എൻ്റെ കയ്യിലുള്ളതാണ് പെർമിറ്റ്. ഈ പെർമിറ്റിൽ എഴുതിയിട്ടുണ്ട് 8/11/2023 മുതൽ 7/12/2023 വരെ വാലിഡിറ്റി ഉള്ളൂ എന്നത്. ആൻഡ് ഈസ് വാലിഡ് ഈസ് ഫോർ വിസിറ്റ് ടു കൽപ്പേനി, കവരത്തി, മിനിക്കോയ് ഇത്രയും സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി ഉള്ള വാലിഡിറ്റി. നമ്മൾ ലക്ഷദ്വീപിൽ പോകേണ്ട ആൾക്കാരാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ മെയിനായിട്ടും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ പാക്കേജ് ലേക്ക് ഹെവൻ എന്ന് പറയുന്ന ലക്ഷദ്വീപ് ഒരു പാക്കേജാണ്. ആദിൽ ഇല്യാസ് എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരുടെ ഒരു പാക്കേജായിരുന്നു. 17,500 രൂപയായിരുന്നു. 5 days ആയിരുന്നു പാക്കേജ്. പക്ഷേ ഈ ഒരു പാക്കേജസിൽ ഡേറ്റ്സ് ചില സമയത്താണെങ്കിൽ വേരിയേഷൻസ് ഉണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പലിൻ്റെ ചില സമയത്ത് മെയിൻ്റനൻസ് നടക്കും, ചില സമയത്താണെങ്കിൽ കപ്പൽ തന്നെ റീഷെഡ്യൂളാവും, കുറച്ച് ഫ്രണ്ടിലോട്ട് വരും ഡേറ്റ്, അല്ലെങ്കിൽ ബാക്കിലോട്ട് വരും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജൂണിൻ്റെ ആ ഒരു സമയത്താണ് ഞാൻ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് ഒരു 2000 rupees കൊടുത്തത്. സെപ്റ്റംബറിലാണ് ആക്ച്വലി പാക്കേജ് ഉള്ളതെങ്കിലും നമ്മളൊരു അതിൻ്റെ ഒരു 3-4 മാസം മുമ്പെങ്കിലും 2000 rupees കൊടുത്തിട്ടാണെങ്കിൽ ഏത് മാസമാണ് നമുക്ക് പോകേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മൾ ടോക്കൺ അഡ്വാൻസ് കൊടുക്കണം. ആ ടോക്കൺ അഡ്വാൻസ് കൊടുത്തതനുസരിച്ചിട്ടാണെങ്കിൽ അവരാണെങ്കിൽ പെർമിറ്റിനൊക്കെ ആണെങ്കിൽ അപേക്ഷിക്കും. പക്ഷേ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർമിറ്റിൻ്റെ ഒരു ഡിലേ ഉണ്ട്. പെർമിറ്റ് കിട്ടുന്നത് ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് പെർമിറ്റ് കിട്ടുന്നത്. ഏകദേശം 5ഓളം കപ്പലുകളാണ് ലക്ഷദ്വീപിലുള്ള വിവിധ ദ്വീപുകളിലേക്ക് പോകുന്നത്. 1600ഓളം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ടോട്ടലായിട്ട്. എന്നിരിക്കെ എല്ലാ കപ്പലും എല്ലാ ദിവസവും റൺ ചെയ്യത്തില്ല എന്നുള്ളതാണ് വേറൊരു വശം. ഇനി അടുത്ത പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപിൽ ഫാസ്റ്റായിട്ട് റൺ ചെയ്യുന്ന കപ്പലുകൾ ഉണ്ടെങ്കിലും അതും വലിയ രീതിയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഐലൻഡിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ലക്ഷദ്വീപിൽ പോകേണ്ട ആൾക്കാർ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന 2000 rupeesലാണെങ്കിൽ അവർ പെർമിറ്റിന് അപേക്ഷിക്കും. ഈ പെർമിറ്റിന് അപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് പെർമിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം എൻ്റേത് സെപ്റ്റംബറിലായി. ഞാൻ സെപ്റ്റംബറിലായിരുന്നു ഡിമാൻഡ് ചെയ്തിരുന്നത്. സെപ്റ്റംബറിലായി, പിന്നെ ഒക്ടോബറായി, പിന്നെ എനിക്ക് പോകാൻ പറ്റിയത് നവംബറിലാണ്. അപ്പോൾ ഈ പെർമിറ്റ് ഏകദേശം റെഡിയാകും എന്നുള്ള ഒരു സാഹചര്യം ആകുമ്പോഴേക്കും നമ്മളടുത്ത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറയും. അപ്പോൾ ഈ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുണ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി എടുക്കാം. 680, 690 അടുപ്പിച്ചാവും, 700 അടുപ്പിച്ചാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അക്ഷയയിൽ പോയിട്ട് ചെയ്യാം. അതൊരു അവരുടെ ഫീസ് മറ്റു കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു 750 rupees ആ ഒരു റേഞ്ചാവും. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക. പോലീസ് സ്റ്റേഷനിലെ റൈറ്ററിനെ കൊണ്ട് എൻ്റർ ചെയ്തിട്ട് ഓൺലൈനായിട്ട് നമ്മുടെ കമ്മീഷൻ ഓഫീസിലോട്ട് സെൻഡ് ചെയ്യുക. ചില സമയങ്ങളിൽ അവർ സെൻഡ് ചെയ്യുന്നത് ഡിലേ ആകും. അപ്പോൾ ഒരു 2-3 days കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. സെൻഡ് ചെയ്തു എന്നുള്ളത് കൺഫേം ആയതിന് ശേഷം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കമ്മീഷൻ ഓഫീസിൽ പോവുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയറൻസ് കിട്ടാനുള്ള ഒരു ഡിലേ ആവും. അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു പ്രിൻ്റ് ഔട്ട് എടുക്കുക, നമ്മുടെ ഈ ആദിൽ ഉല്യാസിന് അയച്ചു കൊടുക്കുക. അതിന് ശേഷമാണ് ഈ ഒരു പെർമിറ്റ് ഒരു ഓൾമോസ്റ്റ് കിട്ടുന്ന ഒരു ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ടിക്കറ്റ് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് പെർമിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മെയിനായിട്ട് കൽപ്പേനി എന്ന് പറയുന്ന ഐലൻഡിലോട്ടാണ് ആക്ച്വലി പോകുന്നത്. കൽപ്പേനി മാത്രം. ഇപ്പോൾ കൽപ്പേനി, മിനിക്കോയ്, കവരത്തി എന്ന് പറയുന്ന 3 ഐലൻഡിലേക്ക് അവർ പെർമിറ്റ് എടുത്തു തരും. പക്ഷേ ഈ പെർമിറ്റിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിസ പോലത്തെ ഒരു സംഭവമാണ്. അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡേയ്സ് കാണും. ഈ ഡേയ്സിനകത്ത് നമുക്ക് ഈ 3 ഐലൻഡും വിസിറ്റ് ചെയ്യാം എന്നിരിക്കെ ഈ പാക്കേജിലെ ഡേയ്സിൽ നമുക്ക് കൽപ്പേനി മാത്രമേ കവർ ആവുന്നുള്ളൂ. അപ്പോൾ കൽപ്പേനിയിൽ മാക്സിമം ഒന്ന് പോവാം. ഇല്ല എന്നുണ്ടെങ്കിൽ സമുദ്രം പാക്കേജ് എന്നുള്ള വേറൊരു പാക്കേജ് ഉണ്ട്. അത് 3 ഐലൻഡിൽ 3 ദിവസം പോകും. അതായത് നൈറ്റ് ഫുള്ളും സ്റ്റേ വന്നിട്ട് ഷിപ്പിലും രാവിലെ വന്നിട്ട് ഫുള്ളും കറക്കവും. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷദ്വീപ് സീരീസിൻ്റെ മറ്റു പാർട്സുകൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.